നമസ്കാരം സർ. ഒടുവിൽ വഖഫ് ബില്ല് ലോക്സഭയിൽ പാസ്സായിരിക്കുന്നു. 288 പേരുടെ പിന്തുണ, 232 പേർ ബില്ലിനെ എതിർത്തു, 12 മണിക്കൂർ നീണ്ട ചർച്ച, 2 മണിക്കൂർ നീണ്ട വോട്ടെടുപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് ബില്ല് പാസ്സായതിനു ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ആയുധമാണ് വഖഫ് ബിൽ എന്നാണ്. താങ്കളുടെ നിലപാടും വിശകലനങ്ങളും. ഇന്നലെ ഞാൻ ഈ കുറച്ചൊക്കെ വഖഫ് അല്ലെങ്കിൽ നിയമ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു. നല്ല രസമായി കാര്യം പാർലമെന്റിൽ. കാരണം ഈ പ്രതിപക്ഷം ചർച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിപ്പത്തില് ചർച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, വളരെ വലിയ ആൾക്കാർ. പക്ഷെ ഈ ചർച്ചയെല്ലാം കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ പറയത്തില്ലേ, ഓല കെട്ടി വെച്ചിട്ട് 3 കൊത്തു കൊത്തുമ്പോൾ തറയെ പോകുന്ന പോലെ അതിന് മറുപടി അമിത്ഷായാ മിക്കവാറും കൊടുക്കുന്നത്. മറുപടി കൊടുത്തു കഴിയുമ്പോഴത്തേനും തറയെ പോകും. പിന്നെ ഇന്നലെ അത് ഏറ്റവും അവസാനം പാസ്സായി. 2 മണിക്കൂറൊന്നുമില്ല വോട്ടെടുപ്പിന്. അത് നീതുവിന് തെറ്റിയതാ. വോട്ടെടുപ്പ് വളരെ പെട്ടെന്ന് കഴിയുമല്ലോ, കാരണം ഇത് അതിന്റെ ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം സ്വിച്ചിനകത്തുള്ള പരിപാടിയാണ്. അപ്പൊ അത് ഇപ്പം വോട്ടെടുപ്പ് കഴിഞ്ഞു. ഈ 288 വോട്ടിന് ബില്ല് പാസ്സായി. 232 പേര് ഓളം എതിർത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ആ സജീവത നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബില്ലിനകത്തെ പ്രതിപക്ഷം പാസ്സാവത്തില്ലെന്ന് കണ്ടിട്ടും പ്രതിപക്ഷത്തിന്റെ വോട്ടിങ്ങിന്റെ ഒരു വോട്ട് പോലും ചോരാതെ ഒരുപക്ഷെ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല, കൊച്ചാട്ടൻ സഭയിൽ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കൊച്ചാട്ടൻ ഇന്നലെ സഭയിലില്ല. കൊച്ചാട്ടൻ ഈ നീതു പറഞ്ഞ കാര്യമൊക്കെ കൊച്ചാട്ടൻ എക്സിലാ കുറിച്ചിരിക്കുന്നത്. പുള്ളിക്ക് എന്തെങ്കിലും തിരക്ക് കാണും, ഈ വലിയ അത്യാവശ്യമുള്ള കാര്യം കാണും. പുള്ളി എക്സിലാണ് കുറിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യവും അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ബില്ലാണ്. ഇതിനി നാളെ ഇത് കഴിഞ്ഞിട്ട് മുസ്ലിം കഴിഞ്ഞിട്ട് ഹിന്ദുവിന്റെ അടുത്തും, അല്ല ആദ്യം ഹിന്ദു അല്ല കേട്ടോ, രണ്ടാമത് ക്രിസ്ത്യാനിയുടെ അടുത്തും അടുത്ത ഹിന്ദുവിന്റെ അടുത്തും സ്വത്ത് പിടിച്ചു പറിച്ച്, എന്നാൽ ഈ കാണിക്കുന്നത് മഹാമോശമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ സ്വത്തെല്ലാം കൂടെ പിടിച്ചു പറിച്ച് ഈ നരേന്ദ്രമോദി അമിത്ഷായും എല്ലാം കൂടി എവിടെ കൊണ്ടുപോവാന്നുള്ളതാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, തമാശയല്ല, ഒരു മര്യാദയില്ലാത്ത സമയമില്ല. ഒന്നാമത് ന്യൂനപക്ഷം, അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം വേണം. ഈ ആനുകൂല്യം ഒന്നും കിട്ടാതിരുന്നത് കൊണ്ടാണ് 9 ലക്ഷം ഏക്കർ ഇപ്പൊ അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. 10 ലക്ഷം ഏക്കറോളം ഭൂമി ഈ കൊച്ചാട്ടന്മാരുടെ കയ്യിൽ ഇരിക്കുക. ബാക്കി വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴാ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് കണ്ട്, ഈ ബില്ലിനകത്ത് പ്രശ്നമുണ്ടെന്ന് കണ്ട്, ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് കണ്ട് അത് തിരുത്തുന്നതിന് വേണ്ടി തയ്യാറായത്. അപ്പോഴാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടും, അവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയാണ്, അവരുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. എനിക്ക് തോന്നി ഈ കൊച്ചാട്ടൻ പറഞ്ഞത് ഈ മുസ്ലിങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ ശരീഅത്ത് നിയമമാണ് ഉദ്ദേശിച്ചത്. അല്ല, ഇവിടെ ഇപ്പൊ ആരുടെയും താല്പര്യം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ലംഘിക്കാനും ഒന്നും പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഇത് ലംഘിക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ 10 കൊല്ലം കൊണ്ട് ഈ ഭൂമി എല്ലാം കൂടെ തിരിച്ചു പിടിച്ചാൽ പോരായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പറയുന്നത് പോലെ ഒരു വഖഫ് ഭേദഗതി ഒന്നും വേണ്ടായിരുന്നല്ലോ. അവർക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട്, സംവിധാനമുണ്ട്. ഈ പറയുന്ന തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതങ്ങ് തിരിച്ചു പിടിച്ചാൽ പോരെ, പിടിച്ചു പറിക്കാനൊക്കെ ഒക്കുമായിരുന്നെങ്കിൽ. അപ്പൊ അതൊന്നും നടക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ നടക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ബോധ്യം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലുമുണ്ട്. പിന്നെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും എന്നുള്ള വ്യാജേനയാണ് ഈ പറയുന്ന സേട്ടൻ ഇന്നലെ ആ എക്സിൽ ഇങ്ങനെയൊക്കെ കുറിച്ചത്. സേട്ടന് സഭയില് വരാൻ സമയമില്ല. കാരണം സേട്ടന്റെ സഭയിൽ വരാൻ സമയമില്ല എന്നുള്ളത് വലിയൊരു പ്രസക്തമാണ്. പ്രധാനപ്പെട്ട പരിപാടിക്കൊന്നും സേട്ടൻ സഭയിൽ വരത്തില്ല. സേട്ടൻ സഭയിൽ വരാതെ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സേട്ടന്റെ ഭാഗം പറഞ്ഞിട്ട് മറുപടി പറയാൻ നേരം സേട്ടൻ ഇറങ്ങി പോകും, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് സേട്ടൻ ഉറങ്ങും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ഇന്നലെ 2025 ഇപ്പോഴല്ലല്ലോ, ഇതിനു മുമ്പ് എനിക്ക് പറയാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വെളിയിലൊരു ആരോപണം, അതായത് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരു ആരോപണം പറഞ്ഞു. കാരണം പുള്ളിയടുത്ത് ഈ സഭയ്ക്കകത്ത് മര്യാദകൾ കാണിക്കരുത്. സഭയ്ക്കകത്ത് വന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്രയും വലുപ്പത്തിലുള്ള ആൾക്കാരെ വളരെ പ്രതീക്ഷയോടുകൂടി ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ജനം തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഒരു സഭയാണ്. ആ സഭയിൽ വന്നിട്ട് പെങ്ങൾക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തിട്ട് വന്നൂടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞൂടെ, വീട്ടുകാരൻ ചോദിച്ചൂടെ. പെങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്ന സഭയിലായതുകൊണ്ടും, അല്ലെങ്കിൽ ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ സഭയിൽ കാണിക്കരുതെന്ന് പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ വാർ റൂം ഡൽഹി പോയി തുറന്നിട്ട് അടച്ച ഒരാളുണ്ട്, KC വേണുഗോപാൽ. പുള്ളി എല്ലാം കൂടി 70 MP കൊണ്ട് ചെന്നു. 70 MP കൊണ്ട് ചെന്നപ്പം കാര്യങ്ങൾ ചർച്ചയായി. ഒന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, മറ്റേതാ മറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം 2025 എനിക്ക് തോന്നുന്നു
ഏതോ ഒരു ചർച്ച ഈ 2-3 ദിവസമായതേ ഉള്ളൂ. ഈ ടൈംസ് നൗവിന് കൊടുത്ത ചർച്ചയാണ് ഈ അമിത്ഷാ അടുത്താണല്ലോ ഈ കാര്യം കഴിക്കുന്നത്. അമിത്ഷാ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് സഭയെ വേണ്ടേ ഈ ചേട്ടൻ, ഈ സഭയെ വേണ്ടേ, പുള്ളിക്ക് അനുവദിച്ചേക്കുന്ന ഒരു സമയമുണ്ട്, പുള്ളിക്ക് അനുവദിച്ചേക്കുന്ന ഒരു സമയത്തിന് പുള്ളി സഭയിൽ സംസാരിക്കാൻ വേണ്ടേ. അപ്പൊ സഭയിൽ സംസാരിക്കാൻ ഈ ചേട്ടൻ ഒരിക്കലും ഇല്ല. അപ്പൊ ചേട്ടൻ അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം വന്നപ്പോഴും സഭയിൽ പുള്ളിക്ക് സംസാരിക്കാനുള്ള അവസരം വന്നപ്പം അല്ലെങ്കിൽ അവസരം വന്നത് പുള്ളി വിയറ്റ്നാമിലെങ്ങാണ്ടാണ്. കാരണം ഇതിനെപ്പറ്റി ആവശ്യമുള്ള കാര്യം എന്തെങ്കിലും കാണും. അപ്പൊ എന്നിട്ട് പിന്നെ പുള്ളിയുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇത് പുള്ളിയുടെ ഒരു സ്വത്താ, അല്ലെങ്കിൽ പഴയ പുള്ളിയുടെ വീട്ടുകാരുടെ സമ്പത്താന്നൊക്കെ ഉള്ള ഒരു ധാരണയില്ല പുള്ളി പാർലമെന്റിൽ വരുന്നത്, സംസാരിക്കുന്നത്, സിസ്റ്റത്തിന്റെ കാര്യമാണെന്ന് പറയുന്നത്. അപ്പൊ പുള്ളി വരുമ്പോ എല്ലാരും എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി വരുമ്പോ സംസാരിക്കാൻ അനുവദിക്കണം. ഇതിന്റെ പാർലമെന്റിനകത്ത് എന്റെ പൊന്നു നീതു, ഇതിനകത്ത് കുറെ നിയമങ്ങളുണ്ട്. ഇത് പണ്ട് ഇവരുടെ ആ നെഹ്റുവും അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധി മറ്റൊരു മറിച്ചതൊക്കെ ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിയമങ്ങളൊക്കെ പാലിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയാ ഈ രാജ്യത്തെ ഭരണഘടനയും നിയമവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താൻ വയ്യാതെ വരുമ്പോ ഭരണഘടനാ ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് ധരിച്ച ഈ പാമ്പിടിച്ചവൻ പറയുന്ന ഇത് ഈ വേണ്ട രീതിയിലുള്ള അറിവൊന്നും ഇല്ല. ഈ സിക്സ് പാക്കും ഈ ബെന്നിനും അല്ലെങ്കിൽ കുറെ കൈകെട്ടും ഒക്കെ ഉള്ളൂ. അല്ല ഈ രാഷ്ട്രീയ പഠനം ഈ പറയുന്ന മനുഷ്യന് ഈ 56 വയസ്സാണെങ്കിൽ നടത്തിയിട്ടില്ല. എങ്ങനെയും കയറിയിരുന്ന് എങ്ങനെയും ഒക്കെ ഭരിച്ചുകൊണ്ട് പോകാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വരുന്നത്. ഇതിപ്പോ നടക്കാത്തൊരു കാര്യമാണ്. ഇതിപ്പോ A to Z കാര്യങ്ങൾ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ. കാരണം ചായക്കടക്കാരന്റെ പാരമ്പര്യമുള്ള ആള് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുക. ചായക്കട വിറ്റ് സാധാരണക്കാരന്റെ ഇടയ്ക്ക് വന്ന് കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം നിൽക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ലോക നേതാക്കന്മാർ നിൽക്കുക. അപ്പൊ അദ്ദേഹം ഇത് പഠിച്ചു വന്നതല്ലേ. ഈ പാവം അവരെടുത്ത അമിത്ഷാ അതുപോലെ പഠിച്ചു വന്നതല്ലേ. ഇപ്പൊ ഓരോരുത്തരും ഇതിനകത്ത് ഭരണപക്ഷത്ത് ഇരിക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ മന്ത്രിമാരും അവരുടെ മന്ത്രി, ഇപ്പൊ റെയിൽവേ മന്ത്രിയാണെങ്കിൽ ആ ട്രെയിനിനെ പറ്റി അദ്ദേഹത്തിന് ഇന്ത്യൻ ട്രെയിനിനെ പറ്റി ലോകത്തുള്ളതിനെയും അതിന്റെ മെക്കാനിസവും അതിന്റെ എല്ലാ ടെക്നിക്കൽ വശവും അറിയാം. ഓരോ മന്ത്രിമാരെ അങ്ങനെ നിയമിച്ചിരിക്കും. ജയശങ്കറിനെ നിയമിച്ചെങ്ങനെ? ജയശങ്കർ രാഷ്ട്രീയക്കാരനാണ്. ജയശങ്കർ വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആളാണെന്നുള്ളത് പുള്ളി ആ കാര്യം ഏൽപ്പിക്കുക. അപ്പൊ ഓരോരുത്തരും അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരെടുത്ത് വന്ന ഒന്നും അറിയാൻ പറ്റാത്ത ആള് ചുമ്മാതെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നലെ എന്തുവായാലും ഈ പറയുന്നത് പോലെ 288 ഇതിനകത്ത് പാസ്സായി. 232 ഓളം പ്രതിപക്ഷത്തും ഉണ്ടായിരുന്നു. അപ്പം ലോകസഭയിൽ ഇത് പാസ്സായി. ഇനി നിയമസഭയിൽ കൂടി ഇത് പാസ്സായി കഴിയുമ്പോൾ ഇതൊരു നിയമമായിട്ട് വരും. ഇദ്ദേഹം പറയുന്നത് പോലെ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ സ്വത്തവകാശമോ അല്ലെങ്കിൽ അധികാരങ്ങളോ അവരെ സൈഡ് ലൈൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ മുസ്ലിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോകത്തൊരു മുസ്ലിം രാജ്യങ്ങളുടെ അകത്തും ഇല്ലാത്ത ഒരു നിയമമോ വഖഫ് നിയമം. നമ്മളിത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ വിഷയങ്ങൾ ഇന്ത്യയെ വഷളാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അത് ലോക നിലവാരത്തിലും ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കകത്തും ചെയ്തിട്ടുള്ള ആളായി നെഹ്റു എന്ന് പറയുന്നത്. കാശ്മീർ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. കാശ്മീർ വിഷയം നമുക്ക് ഇവിടെ പരിഹരിക്കാൻ പറ്റുന്നത് അന്ന് അതിന് അവിടെ കാശ്മീരിന്റെ കുറെ മേഖല അവർ കയറിയപ്പോൾ അവനെ അടിച്ച് കളഞ്ഞിട്ട് ഇത് കൊണ്ടുവരുന്നതിന് അന്ന് UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ കൊണ്ടിട്ടുണ്ട്. ഇന്നും അവിടെ വെച്ച് അവരുടെ ചർച്ചയില്ല, ലോകത്തിന്റെ ചർച്ചയിലേ നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഈ വിഷയം എന്നും കിടക്കട്ടെ. ഈ അമേരിക്ക പോലെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും വിചാരിക്കും അവിടെ കിടക്കട്ടെ, അളുമ്പായി കിടക്കട്ടെ, അവൻ അങ്ങനെ സുഖമായിട്ട് പോകണ്ട. അപ്പൊ അന്ന് അദ്ദേഹം അത് ആ പരിപാടി ചെയ്തു. അപ്പൊ ഇതുപോലെ 54 ചുമ്മാതെ മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്ന ഒരു സാധനമാണ്. 54 ഇദ്ദേഹം കൊണ്ടുവരുന്ന വഖഫ് ബില്ല്. മുസ്ലിം രാജ്യങ്ങളില്ല. 54 ഇദ്ദേഹം കൊണ്ടുവന്ന വഖഫ് ബില്ല്. എന്തിനാ വഖഫ്? ആരുടെ? മുസ്ലിങ്ങൾ ആരാണ്ട് ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ ഇയാളുടെ ആരും രഹസ്യമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ മതത്തിനകത്ത് എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടി അധിനിവേശത്തിന് വേണ്ടി പുള്ളിക്ക് എന്തെങ്കിലും പ്രത്യേകം താല്പര്യം കാണാം. അത് ഇന്ത്യ വിഭജന കാലത്ത് ഈ ജിന്നെ തീരുമാനിച്ചപ്പോഴും ഈ പറയുന്ന കാശ്മീരിന്റെ വിഷയമൊക്കെ കൂട്ടിച്ചേർത്ത് പല കഥകളും വരുന്നുണ്ട്. അപ്പം അത് നമുക്കറിയത്തില്ല. അപ്പം അതിനുശേഷം അന്നൊരു സിവിൽ കോടതിയിലൊക്കെ ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നോക്കിയപ്പോ സിവിൽ കോടതിയിലൊക്കെ ആൾക്കാർ പോകുന്നു കേട്ടോ. എന്നാ അത് വേണ്ട. 93-ലായപ്പം ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സൂപ്പീര്, അതിന് കുറെ അങ്ങ് ഭേദഗതി വരുത്തിയപ്പോ കുറച്ചുകൂടെ ഈ പറയുന്നത് പോലെ ഈസി ആയിട്ട് കാര്യങ്ങളായി. അന്നേരമായി അടിച്ചുമാറ്റി കൂടുതൽ കൂടിയത്. അതിനു ശേഷം 2013 അഴിമതിയെല്ലാം കൂടെ നടത്തി നാശമാക്കി പ്രശ്നമാക്കി ഈ ആൾക്കാർ മൊത്തവും ഈ 1,00,000 കോടി രൂപയുടെ 2G സ്പെക്ട്രം മറിച്ചതും എല്ലാം വന്നു. 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്നത് എല്ലാം കൂടെ ഈ സോണിയാഗാന്ധിയുടെ മരുമോനും മറ്റവർക്കും വല്ലതെല്ലാം വീതിച്ചു കൊടുത്ത് ജനം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ
മുസ്ലിം വോട്ട് വീണ്ടും അവരുടെ ഒരു ഏകീകരണം ഉണ്ട്. ഇവരുടെ വിചാരം ഈ മുസ്ലിമുകൾക്ക് മാത്രമേ ഏകീകരണം ഉള്ളൂ എന്നുള്ള ഒരു ധാരണയാണ്. 2014 മുമ്പ് വരെയുള്ള ധാരണ അങ്ങനെയായിരുന്നു. ആയിരുന്നു താനും. അങ്ങനെ അവരെല്ലാം ധരിപ്പിച്ച് വെച്ചിരുന്ന ഒരു കാലമുണ്ട്. അപ്പം 2013 ഈ പറയുന്ന മൻമോഹൻ സിംഗ് ഇത് വീണ്ടും ഭേദഗതി, ആ ഭേദഗതിയാണ് ഏറ്റവും ഡേഞ്ചർ. കാരണം ഏത് വസ്തു ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഏത് വസ്തുവിന് ക്ലെയിം ചെയ്യുന്നു ആ വസ്തു വഖഫിന്റേതാവുന്ന ഒരു നടപടി. അതായത് വൺസ് വഖഫ് ആൾവേസ് വഖഫ്. പിന്നെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഈ ട്രൈബ്യൂണൽ അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നത് സുപ്രീം കോടതിക്ക് പോലും, അല്ലെങ്കിൽ ഒരു സിവിൽ കോടതിക്കൊക്കെ 54 ഇടപെടാണെങ്കിൽ പിന്നെ അത് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ വന്നപ്പോൾ ഇവർ ഭൂമി കയ്യേറ്റം വളരെ കൂടുതലാക്കി. ആദ്യം തരിശു കിടന്ന ഭൂമികളും ആരും ശ്രദ്ധിക്കാത്ത ഭൂമികളും ഒക്കെ കയ്യേറി വെച്ചിരുന്ന് 9 ലക്ഷം ഏക്കർ ഭൂമി അവരുടെ കയ്യിലായപ്പോൾ പിന്നെ അവർ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. കാരണം ഈ പ്രധാനമായിട്ട് ടൗണിലുള്ള സ്ഥലങ്ങളെ ഹിന്ദുവിന്റെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളെ, അല്ലെങ്കിൽ വലിയ വലിയ ഓരോ പ്രദേശത്തുമുള്ള തമിഴ്നാട്ടിൽ ഉൾപ്പെടെ 1000 കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലവും അതിനകത്ത് ഒരു മുസ്ലിങ്ങൾ പോലും ഇല്ല. അങ്ങനെ ഓരോ രീതിയിലേക്കും ഇത് വ്യാപിക്കാൻ തുടങ്ങി. അന്നേരം ഇതിന്റെ അപകടം മനസ്സിലാക്കി. കാരണം ഇതൊരു വേറൊരു രീതിയിലേക്കുള്ള ഒരു അധിനിവേശമാണെന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ തന്നെ ഇവര് പറയുമല്ലോ മുസ്ലിങ്ങളുടെ സ്വത്തവകാശമാണ്. ഏതാണ്ട് 50,000-നടുത്ത് കേസുണ്ട്. അതിനകത്ത് 9,000 കേസ് മുസ്ലിങ്ങളുടെ കേസാണ് വടക്കേ ഇന്ത്യയില്. മുസ്ലിങ്ങളുടെ സ്വത്താണ് ക്ലെയിം ചെയ്തേക്കുന്നത്. അപ്പം അവർ ഇന്നലെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പ്രകടനവും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിയൊക്കെ ഭർത്തയിട്ട സ്ത്രീകൾ വടക്കേ ഇന്ത്യയിൽ ഈ ബില്ലിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം സാധാരണക്കാരനായാലും മുസ്ലിങ്ങളുടെ എല്ലാം തൊത്ത് പിടിച്ചു പറിക്കുക, അല്ലെ എവിടെ ഉണ്ടോ അവർക്ക് പിടിച്ചു പറിക്കാനുള്ള സംവിധാനമാണ്. അപ്പം 40,000-ൽ പരം കേസ് ഇതിനകത്ത് നിൽക്കുക. അപ്പം അതിനകത്ത് 9,000-ഓളം മുസ്ലിങ്ങളുടെ ഉണ്ട്. അപ്പൊ സാധാരണ മുസ്ലിങ്ങളുടെ സ്വത്ത് പോലും പിടിച്ചു പറിക്കുന്നതാണ്. അതായത് മർമ്മപ്രധാനമായിട്ടുള്ള സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഇവർക്ക് ഈ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നുമല്ല, അവർ ചില അജണ്ടകളുണ്ട്, ചില അധിനിവേശം. ഇതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വരുമ്പം നടക്കാതെ വരുന്ന ഒരവസ്ഥ വന്നാൽ ഈ ഓരോ കണ്ടമാനം പ്രോപ്പർട്ടി ഈ രീതിയിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിയമം അതിന് അനുശാസിക്കുന്ന ഒരവസ്ഥ വന്നാൽ പ്രോപ്പർട്ടി അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ഈ അവർക്ക് താല്പര്യമുള്ളവരെ ഈ പ്രോപ്പർട്ടി താമസിപ്പിക്കുക. ഇപ്പൊ ഇന്ത്യയിലുടനീളം ഈ ബംഗ്ലാദേശിലും രോഹിംഗ്യൻ മുസ്ലിങ്ങളും ഒക്കെ കുഴപ്പക്കാരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്നൊക്കെ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറിയിട്ടുള്ളവരുണ്ട്. ഇവരൊക്കെ ഈ ചേരികളിലും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ കിടക്കുക. ഈ ഇന്ത്യ മൊത്തവും ഇങ്ങനെ വഖഫിന്റെ ഭൂമി കിടക്കുക. അപ്പം ഇവരെ ഒരു പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അവരെ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതായിട്ടാണ് അറിയുന്നത്, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നിർത്തി ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരെ ഉരുത്തിരിക്കുന്നതിന്. അപ്പൊ ഇവരെ സേഫ് സോണിൽ താമസിപ്പിക്കണം. ആവശ്യം പോലെ വസ്തു കിടക്കുമല്ലേ. ഓരോ സംസ്ഥാനത്തിൽ അവരുടെ ഈ സ്ഥലത്തേക്ക് ഇവരെ അങ്ങ് പ്ലേസ് ചെയ്താൽ പോരെ. എന്നിട്ട് ഏതെങ്കിലും ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് മുമ്പ് അതിന്റെ കമാൻഡ് കൊടുത്ത് കലാപത്തിനകത്ത് ഇവരെ പങ്കെടുപ്പിച്ച്, അങ്ങനെയാണല്ലോ ഈ പറയുന്ന പൗരത്വ നിയമത്തിനകത്ത് കലാപത്തിനകത്ത് നോക്കിയപ്പം കലാപത്തിൽ പങ്കെടുത്തവരൊക്കെ രോഹിംഗ്യൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഡൽഹിയില് പരിശോധിക്കുമ്പം പാകിസ്ഥാനികൾ വരെ പങ്കെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ പാസ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ അനധികൃതമായിട്ട് കിടക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോഴും ആ കോളനികൾ പലയിടത്തും ഉണ്ടെന്നുള്ള വാസ്തവം ജനം മനസ്സിലാക്കണം. അപ്പം ഇതാണ് പുള്ളിയുടെ പ്രശ്നം. അപ്പം ഇന്നലെ പുള്ളി സഭയിലില്ല, എക്സിൽ കുറിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ കൂടാണ്. അത് ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ അല്ല ആവേണ്ടത്. ഇവിടുത്തെ ഒരു മുസ്ലിമിന്റെയും, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു മുസ്ലിമിനും ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു കുഴപ്പം വരാത്ത രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ മതേതര ജനാധിപത്യ സംവിധാനം കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഉരുത്തിരിക്കേണ്ടത്. ഇപ്പൊ ഏറ്റവും അവസാനം വഖഫ് നിയമ ഭേദഗതി ബില്ല് പോലും മുമ്പത്തെ മുത്തലാഖ് പോലെയും അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് പോലെയും മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സാധാരണയുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ബില്ലായിട്ട് ആണ് ഇപ്പൊ കാണുന്നത്. ബില്ല് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ പാസ്സാകും എന്ന് ബോധ്യം വന്നപ്പോൾ തന്നെ ആ ബില്ലിന് അനുകൂലമായിട്ട് മുസ്ലിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ ആയിട്ടുണ്ട്. ഈ ബില്ലും മോദിക്കും അല്ലെങ്കിൽ മോദിയുടെ ഗവൺമെന്റിനും BJPക്കും അനുകൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിന്റെ താല്പര്യമാണ്. താല്പര്യം വേറൊന്നുമല്ല, ഇന്ത്യക്കകത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് അപ്പുറം വിദേശ ശക്തികളുടെ താല്പര്യം, അധിനിവേശത്തിന്റെ താല്പര്യം, ഇന്ത്യയെ ഇല്ലാതാക്കുന്നതിന്റെ താല്പര്യം, അല്ലെങ്കിൽ മതരാഷ്ട്രമാക്കുന്നതിന്റെ താല്പര്യം, അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടിയല്ല, അവരുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല. ഒരു നിയമത്തിന്റെ പുറകിൽ മുസ്ലിം അധിനിവേശത്തിന്റെ ആൾക്കാർ ഇന്ത്യയിലെ ബാക്കിയുള്ളവരുടെ സ്വത്തും സമ്പത്തും, അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന മതേതരവും ജനാധിപത്യവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി
ആൾക്കാർക്ക് ബോധ്യമാകുന്ന അല്ലെങ്കിൽ യോഗ്യമാകുന്ന മര്യാദയ്ക്കുള്ള ഒരു വഖഫ് നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അത് ഈ ആൾക്കാർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഈ പറയുന്ന കള്ളത്തരവും പൊള്ളത്തരവും പൊളിയും എന്നാണ് ഈ ബില്ലിൽ കൂടി ഇന്നലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാവുന്നത്.